എന്തിനാ 2002 ഇവര് ഭിന്നിച്ചു പോയപ്പോ ഈ ഭൗതികാബോധവും സൃഷ്ടി കഴിവൊക്കെ ഒരു വിഷയാക്കിയപ്പോ അന്ന് MP അബ്ദുൽ ഖാദിർ കരുവമ്പോൽ എഴുതിയൊരു പുസ്തകമുണ്ട്, മുജാഹിദ് പ്രസ്ഥാനവും പുതിയ വിവാദങ്ങളും എന്നൊരു പേരിൽ ഒരു പുസ്തകമുണ്ട്. അതിന് അദ്ദേഹം ഇവർക്കെതിരെ മറുപടി എഴുതാണ്. മടവൂരികൾ 2006 പുറത്തിറക്കിയ ഹദീസ് സമാഹാരത്തിൽ പിശാചിന്റെ ഭൗതികമായ പ്രവർത്തനത്തെക്കുറിച്ച് ഇങ്ങനെ എഴുതുന്നു എന്ന് പറഞ്ഞിട്ട് സൈനബാബിയുടെ സംഭവം മന്ത്രിച്ചൂലി ഇപ്പൊ കണ്ണെന്ന് വെള്ളമുറിക്കൽ നിന്നു അത് പറഞ്ഞപ്പോൾ ഇബ്നു മസ്ഊദ് പറഞ്ഞു, അത് പിശാചിന്റെ കണ്ണിൽ കുത്തുക, അത് പിശാചാകുന്നു. അവൻ നീ അനുസരിച്ചാൽ നിന്നവന് വെറുതെ വിടും, നീ അവനെ ധിക്കരിച്ചാൽ വിരൽ കൊണ്ട് അവൻ നിന്റെ കണ്ണിൽ കുത്തും. വാള്യം 1 പേജ് 590 ഹദീസ് സമാഹാരം. എന്നിട്ട് കരുവമ്പോയിലെ ചോദ്യം, സ്വഹീഹ ഹദീസിൽ നിന്നാണ് മടവൂരികൾ ഇത് ഉദ്ധരിച്ചത്. അബ്ദുസ്സലാം സുലമി അസോസിയേറ്റ് എഡിറ്ററായിക്കൊണ്ട് പുറത്തിറക്കിയ പുസ്തകമാണിത്. പിശാച്ച് കണ്ണിൽ കുത്തുമെന്നും കണ്ണുനീർ ഒഴുകുമെന്നുമാണ് ഇതിൽ പറഞ്ഞത്. കണ്ണിൽ കുത്തുമ്പോഴുള്ള നീരൊഴുക്ക് ഭൗതികമാണെന്നറിയാത്ത മന്ദബുദ്ധികൾ മടവൂരികളല്ലാതെ മറ്റാരുമല്ല. അപ്പൊ അന്ന് ഭൗതികമാണ്, ഇപ്പൊ ഭൗതിക ആവശ്യത്തിന് വേണ്ടി അത് അഭൗതികമായി. നമ്മളിത് എല്ലാ സ്ഥലത്തും വായിച്ചു. ഒന്നും നമ്മൾ ചോദിച്ചു വേണ്ട. 2007 വിചിന്തനത്തിൽ വന്ന ലേഖനം ഉണ്ടല്ലോ, അന്നും ഇന്നും എന്നും മുജാഹിദ് നിലപാട് എന്ന് അബ്ദുൽ ഖാദിർ കരുവമ്പോൽ സാഹിബിന്റെ ലേഖനം നമ്മളെ കോഴിക്കോട് ജൂബിലി ഹാള പ്രോഗ്രാമിൽ നമ്മൾ ചോദിച്ചിരുന്നു, ആ ലേഖനം വിചിന്തനത്തിൽ ഒന്നും കൂടെ കൊടുക്കാൻ ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടെന്ന് പറഞ്ഞു, ഇതുവരെ കൊടുത്തിട്ടില്ല.